അതേപോലെ തന്നെയാണ് ഈ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നിയാൻഡർതാൽസിന്റെ നാശം പോലും നമ്മുടെ ഈ ഭാഷ കൊണ്ടുള്ള കോർഡിനേഷൻ ആണെന്നുള്ള രീതിയിൽ ഹരാരി സംസാരിക്കുന്നുണ്ട്. ഹരാരിയുടെ ആ വാദം ശരിക്കും ഡിബേറ്റഡ് ആണ്. അതായത് മനുഷ്യർ കാരണമാണ് നിയാൻഡർതാലുകൾ വംശനാശം വന്നു പോയത് എന്നൊന്നും നമുക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. മനുഷ്യർക്ക് കൂടുതൽ അതിജീവന സാധ്യത ഉണ്ടായിരുന്നു, നിയാൻഡർതാലുകൾക്ക് അതില്ലായിരുന്നു. മനുഷ്യരുമായിട്ടുള്ള മത്സരത്തിൽ ഒരു പക്ഷേ റിസോഴ്സ് ഷോർട്ടേജോ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് കൂടുതൽ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ സർവൈവ് ചെയ്തു. പക്ഷെ നമ്മളാണ് അവരെ, അത് ഹരാരി ശരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ്. അതായത് ഹോമോസാപ്പിയൻസ് ആണ് നിയാൻഡർതാൽസിനെ ഇല്ലാതാക്കിയത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇത്തിരി ഒരു ഓവർ റീഡിങ് ആണ്. അങ്ങനെയില്ല, കുറെ കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു, നമ്മൾ ഇണചേർന്നിട്ടുമുണ്ട്. അപ്പോൾ മനുഷ്യരിൽ ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള മനുഷ്യരിലെല്ലാം നിയാൻഡർതാൽ ജീനുണ്ട്. അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അതൊക്കെ ഒരു ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഒരു സയൻസ് ഫിക്ഷൻ കഥയ്ക്കൊക്കെ വകുപ്പാണ്. നിയാൻഡർതാലുകൾ വംശനാശം വന്നു പോയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നിയാൻഡർതാലുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കൾച്ചർ ഒക്കെ ഉണ്ടാകുമായിരുന്നു. ചിലപ്പം ഒരു സ്പീഷീസ് വാറൊക്കെ നമ്മൾ ഇപ്പോഴും കാണുമായിരുന്നു എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ വാറുകളൊക്കെ അങ്ങനെയായിരുന്നു. അവർ 40,000 വർഷം മുമ്പ് വരെ ഉണ്ട്, അപ്പോഴാണ് അവർ പോകും. അതേപോലെ തന്നെ ഈ ഇവരുമായിട്ട് സെക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആഫ്രിക്കൻ ഒറിജിനാണ് ഇപ്പോൾ വിശ്വസിക്കുന്ന തിയറി, അതാണ് പ്രൂവ്ഡ് ആയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ജാതി വ്യത്യാസങ്ങളെ കുറിച്ച് ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പഠിക്കുകയും അതിനെ പറ്റിയിട്ട് പലരും പുസ്തകം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മളൊക്കെ ആക്ച്വൽ ആഫ്രിക്കക്കാരാണ് അല്ലേ? അത് അങ്ങനെയല്ലേ? മനുഷ്യൻ ആഫ്രിക്കയിൽ ഉണ്ടാകുമ്പോൾ അതിന് ആഫ്രിക്ക എന്നാരും വിളിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. പിന്നീടാണ് നമ്മൾ ആഫ്രിക്ക എന്ന് തന്നെ വിളിക്കുന്നത്. ഇന്ന് ആഫ്രിക്ക എന്ന് നമ്മൾ വിളിക്കുന്നത് മധ്യ പൂർവ്വ ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഭാഗത്താണ് മനുഷ്യൻ്റെ വംശം ആദ്യമായിട്ട് ഉണ്ടായതായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ടാൻസാനിയൊക്കെ വരുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായിട്ട് ഇരുകാലിൽ നടന്ന ഒരു ജീവിയുടെ ഫുട് പ്രിൻസിന്റെ തെളിവ് കിടക്കുന്നത് ടാൻസാനിയയിലാണ്. ലൈറ്റൊളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആ ഫുട് പ്രിൻസ് ഇങ്ങനെ പ്രിസേർവ്ഡ് ആണ്. അത് പക്ഷേ മനുഷ്യൻ്റെ അല്ല, അതിന് 38 ലക്ഷം വർഷം പഴക്കമുണ്ട്. ഹോമോസാപ്പിയൻസ് ഇല്ല. അത് ആസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്ന ആദ്യത്തെ ആ ഇരുകാലി നടത്തിൽ നമ്മുടെ പൂർവികനായിരുന്ന ആളാണെന്ന് നമുക്ക് കരുതുന്നു. രണ്ടുപേര് നടന്നു പോയതായിട്ടാണ്. അതിലെ മനുഷ്യര് ഒരാളുടെ ഒരു കാല് കുറച്ചുകൂടി ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ വരുന്നെങ്കിൽ ഒരു സൈഡിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നെന്നും അതൊരു പക്ഷേ ഒക്കത്ത് വെച്ചിരുന്ന ഒരു കുഞ്ഞായിരിക്കാം എന്നൊക്കെ ഊഹിക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ അതാണ് ഈ ആർക്കിയോളജിയുടെ ഒക്കെ ഒരു ഭംഗി. ഇങ്ങനെയുള്ള പലതും നമ്മൾ ഊഹിച്ചെടുക്കും. എന്നിട്ട് അവിടെ നിന്നുള്ള യാത്ര കൂടി ഒന്ന് പറയൂ. ആ യാത്ര ഭയങ്കര കുഴഞ്ഞു മറിഞ്ഞ യാത്ര. കാരണം ഒന്ന്, നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ ഈ യാത്ര എന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ ചെറുപ്പക്കാർക്കെങ്കിലും, അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ആ യാത്ര എന്ന് പറയുന്ന വാക്ക് ഇത്തിരി മിസ്ലീഡിങ് ആണ്. യാത്ര അല്ല അത്. അതായത് ഇവർ ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണ് ഈ സ്പ്രെഡ് ചെയ്യുന്നത്. അവർ യാത്രയല്ല ചെയ്തിരിക്കുന്നത്, അവർ മൈഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ യാത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വരുന്നത്. അവർ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അവർ കൃഷി ചെയ്യുന്ന ആരല്ല, ഇന്നത്തെ പോലെ സെറ്റിൽഡ് അല്ല. അപ്പോൾ അവിടെയൊക്കെ വേട്ടയാടാൻ പറ്റുന്ന ജീവികളൊക്കെ വേട്ടയാടുന്നു, കിട്ടുന്ന പഴങ്ങളൊക്കെ ഭക്ഷിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ റിസോഴ്സ് ഷോർട്ടേജ് വരും. അപ്പോൾ അവർ കൂടുതൽ റിസോഴ്സുള്ള സ്ഥലത്തേക്ക് നീങ്ങാൻ തുടങ്ങും പതിയെ. എന്നിട്ട് അവിടെ അവർക്ക് വീടില്ലല്ലോ, അവർ കുറച്ചുകൂടെ നീങ്ങി അവിടെ അങ്ങ് താമസിക്കുന്നു. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ ചിലപ്പം കുറേ നാളൊക്കെ അവിടെ കഴിയുമായിരിക്കും. പിന്നെയും പതിയെ നീങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ നീങ്ങുന്ന പിന്നെ അടുത്ത തലമുറയാണ്. അപ്പം ഈ പ്രായമായവർ എന്ന് പറഞ്ഞൊരു വിഭാഗമൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാകും. നമ്മുടെ അന്നത്തേക്ക് ഒരു ആവറേജ് ലൈഫ് സ്പാൻ 30-32 വയസ്സൊക്കെയാണ്. അപ്പം വാർദ്ധക്യമൊന്നുമില്ല. അതിന് മുമ്പേ എന്തെങ്കിലും, അതായത് ഒരു മുള്ളു കൊണ്ടാൽ മതി ഇൻഫെക്ഷൻ അടിച്ച് മരിച്ചു പോകും. ഇന്നത്തെ പോലെ ലക്ഷറി ഒന്നുമില്ല. അതായത് മുള്ളു കൊണ്ടാൽ നമുക്ക് സാധാരണ എല്ലാ ജീവികളും ഈ ഭൂമിയിൽ ജീവിച്ച് സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ബാക്ടീരിയകളും അമീബകളും ഒക്കെ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിലൂടെ ഇവയ്ക്കൊന്നും കയറാൻ പറ്റില്ല. പക്ഷെ ഒരു മുറിവ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, കട്ട് റീജിയൻ. അപ്പോൾ അതാണ് ഇൻഫെക്ഷൻ അടിക്കുന്നത്, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. അപ്പോൾ ആയുസ് വളരെ കുറവാണ്. അപ്പോൾ ഇവർ അടുത്ത തലമുറ പതുക്കെ നീങ്ങി ഇവരറിയുന്നില്ല ഇവർ യാത്ര ചെയ്യാണ്. പക്ഷെ അപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഇവരൊരു തീരം പിടിച്ചാൽ പോകുന്നത്. വെള്ളം വേണം എപ്പോഴും, വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു കടലിടുക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാൻ. അപ്പോൾ അത് ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നു. അത് 3 തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഔട്ട് ഓഫ് ആഫ്രിക്ക ഈവൻറ്റ് അതിൽ ഉണ്ടായവരല്ല, നമ്മൾ ആദ്യത്തേലൊന്നും നമ്മളില്ല, അവർ സർവേ പോയിട്ടുണ്ട്. അത് ആദ്യം വരുന്ന ഹോമോസാപ്പിയൻസും അല്ല, മറ്റേ ഹോമോ ഇറക്ടസ് ആണ്. ഇതിങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു 70,000 വർഷം മുമ്പ് ഒരു 100 പേരടങ്ങുന്ന ഒരു സംഘം, അത്രേ ഉള്ളൂ. അവർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു ഗ്രൂപ്പുണ്ട്. അവരിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് വന്നവരുടെ ഇവോൾവ് ചെയ്താണ് ഈ നിയാൻഡർതാൽസ് ഒക്കെ ഉണ്ടായേക്കുന്നത്. ഈ ഹോമോ ഇറക്ടസ് സഞ്ചരിച്ച് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കേട്ടോ.
നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. അതായത് ആദ്യം വന്നവർ ഇവിടെ എത്തി, പക്ഷെ അവർക്ക് ഇവോൾവ് ആയി ഹോമോസാപ്പിയൻസ് ഒന്നും ആവാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ ഇത് പിന്നെ ഹോമോസാപ്പിയൻസ് ആയി പതുക്കെ നീങ്ങി അവരൊരു 70,000 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ, അതാണ് ഈ ഏറ്റവും റീസെന്റ് ഔട്ട് ഓഫ് ആഫ്രിക്ക ഈവന്റ് എന്ന് വിളിക്കുന്നത്. അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. കാരണം ഇവർ കുറച്ചുകൂടെയൊക്കെ സക്സസ് ചെയ്ത് ഇന്ത്യയിൽ വന്നു, ക്രോസ് ചെയ്ത് ഓസ്ട്രേലിയയിൽ പോയി, വളരെ പെട്ടെന്ന് അവർ അവിടെ എത്തി ഓസ്ട്രേലിയയിൽ. അപ്പം കാലാവസ്ഥ മാറ്റം അതിനകത്തൊരു വലിയ പങ്ക് വെച്ചു. കാലാവസ്ഥ ആ സമയത്ത് ഇന്ന് നമ്മൾ കടലെന്ന് വിളിക്കുന്ന പല ഭാഗങ്ങളും ഇത്രയും ആഴമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എന്നിട്ടും ശരിക്കും ഇത്രയും വർഷം മുമ്പ് മനുഷ്യർ ഓസ്ട്രേലിയയിൽ എത്തുക എന്ന് പറയുന്നത് നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ 1969 മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയതിനേക്കാളും വലിയ സംഭവമാണ്. കാരണം അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അന്ന് അവരുടെ ഒന്നുമില്ല, അത് വെച്ചിട്ട് ഈ കടൽ ക്രോസ് ചെയ്ത് അവിടെ എത്തി. എനിക്ക് ഇതാണ് കേട്ടോ മനുഷ്യരുടെ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളത്, നമ്മൾ എവിടെയും സർവൈവ് ചെയ്യും. നമ്മൾ അമ്മാതിരി കളികൾ കളിച്ചാണ് ഇത് ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അത് ചാടുന്നു. പിന്നെ കുറച്ച് ആൾക്കാരെ ഇവിടുന്ന് ഏഷ്യയിൽ നിന്നാണ് അവർ അമേരിക്കയിലോട്ട് പോകുന്നത്. ബെറിങ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആ സമയത്ത് ഇത്രയും ആഴമില്ല. അവരത് ക്രോസ് ചെയ്ത് കടൽ ക്രോസ് ചെയ്ത് ഒരു അപ്പുറത്തേക്ക് പോകുന്നു. അവരാണ് പിന്നെ ഈ അമേരിക്കയെ പോപ്പുലേറ്റ് ചെയ്യുന്നത്. ഏത് നമ്മളിന്ന് നേറ്റീവ് അമേരിക്കൻസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ, ഇപ്പോഴത്തെ അമേരിക്കക്കാർ പിന്നെ ബ്രിട്ടനിൽ നിന്ന് അടുത്തിറക്കി പോയ ആൾക്കാർ. അങ്ങനെ ഈ ഒരു പോപ്പുലേറ്റിംഗ് എർത്ത് എന്ന് വിളിക്കുന്ന അത് പല ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഈ നമ്മൾ പറഞ്ഞ മനുഷ്യന്റെ ഈ 70,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരാണ് ബാക്കി ഈ വെളിയിൽ കാണുന്ന ബാക്കി മുഴുവൻ മനുഷ്യരും. ഇതിൽ അമേരിക്കക്കാരൻ, ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ കരി, ഈ എല്ലാവരും ഇന്ത്യക്കാര്, ഏഷ്യക്കാരെന്നൊക്കെ കളിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം മാത്രമില്ല, അന്റാർട്ടിക്കക്കാരാണ്. അവിടെ നമുക്ക് എത്താൻ പറ്റില്ല. അത് 1800-കളിലാണ് ഒരാൾ ആദ്യമായിട്ട് അവിടെ എത്തിപ്പെടുന്നത്. കാരണം അവിടെ ഇപ്പോഴും അന്റാർട്ടിക്കയിൽ കുറച്ച് പെൻഗ്വിൻസും അങ്ങനെ 1-2 ജീവികളേ ഉള്ളൂ. കാരണം അത് ഭൂമിയിലൊരു നരകം ഉണ്ടെങ്കിൽ അത് അന്റാർട്ടിക്കയാണ്, അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബാക്കി എല്ലാ കോണ്ടിനെന്റിലേക്കും നമ്മൾ വളരെ നേരത്തെ ഒരു 10-40,000 വർഷത്തിനിടെ നമ്മൾ മുഴുവൻ കവർ ചെയ്തു. നമ്മളങ്ങ് വടക്കേ ദൂരത്തിലോട്ട് പോയി. കാനഡയുടെ ഒക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളിന്ന് പൊതുവിൽ എസ്കിമോസ് നമ്മൾ പഠിച്ചിട്ടുള്ള അവരെ എസ്കിമോസ് എന്ന് വിളിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. ഈ എസ്കിമോസ് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ തന്നെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. അതിൽ ഇനിയൂറ്റ് എന്നൊക്കെ പറഞ്ഞ ട്രൈബുകളൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഇതിൻ്റെ എക്സ്ട്രീം കണ്ടീഷനിലാണ് ജീവിക്കുന്നത്. അവിടെ ഒരു ചെടി വളരില്ല. അപ്പം മനുഷ്യൻ അത്രയും വലിയ സംഭവ ബഹുലമായിട്ടുള്ള യാത്രകൾ നടത്തിയാണ് എത്തിയിരിക്കുന്നത്. ആ യാത്രക്കിടയിലാണ് നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം. ഈജിപ്തിലെ പിരമിഡ് ആഫ്രിക്കയിലായിരിക്കുന്നത്. അത് പക്ഷേ ആഫ്രിക്കയിൽ നിന്നും പുറത്ത് കടന്നവർ തിരിച്ച് മൈഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് വരുന്നതല്ല. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു മനുഷ്യന്റെ പുറത്തേക്കുള്ള വരവിനെ നമ്മളൊരു കഥയായിട്ട് പറഞ്ഞാൽ അത് ഹൈലി നോൺ ലീനിയർ ആണ്. ഒറ്റ ഇങ്ങനൊരു കഥ പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ജാതി വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പഠനം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ നമ്മൾ പരസ്പരം എങ്ങനെയാണ് ഇഴകലർന്നത്, അത് സെക്സ് ചെയ്താലേ നമുക്ക് ജീനിൽ ഇത് കാണിക്കുകയുള്ളൂ. അപ്പം നമ്മൾ സെക്സ് ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ പുലയന്മാരുമായിട്ട് ഇവരെല്ലാവരും ജാതി വ്യത്യാസം ഇല്ലാതെ സെക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ ആദിമ മനുഷ്യർ അവരായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം കുറച്ചുകൂടെ ഈ കാര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ജാതി വ്യത്യാസമൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഈ ജാതി വ്യത്യാസത്തെ എങ്ങനെയാണ് ശാസ്ത്രീയമായി നോക്കിക്കാണുന്നത്? മനുഷ്യർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതെപ്പോഴും ഈ ബ്രീഡിങ് വഴിയാണ് ഈ വ്യത്യാസങ്ങൾ സ്പ്രെഡ് ആകുന്നോ അതോ മിക്സ് ആകുന്നോ എന്ന് തീരുമാനിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ കാണുമ്പോൾ ഈസ്റ്റ് ഏഷ്യക്കാരും അമേരിക്കൻസും നേറ്റീവ് അമേരിക്കൻസും യൂറോപ്യൻസും ഒക്കെ കാണാൻ വ്യത്യസ്തരാണല്ലോ. നമ്മൾ മംഗ്ലോയിഡ് എന്നും കോക്കസോയിഡ്സ് എന്നൊക്കെ വിളിക്കുന്ന പലതരം ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ജെനറ്റിക്സിലെ ഒരു 0.01% ഡിഫറൻസ് പോലും അല്ല. ഇത് അവർ മൈഗ്രേറ്റ് ചെയ്ത് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ആയിരക്കണക്കിന് വർഷം അതേ സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിണമിക്കുന്നതാണ് ഈ വ്യത്യാസം, തൊലിപ്പുറത്തെ വ്യത്യാസങ്ങൾ. നമ്മൾ ഇപ്പോൾ യൂറോപ്പിൽ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. മനുഷ്യ ശരീരത്തിന് വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റിലെ UV റേസിൻ്റെ സഹായം വേണം. നമ്മൾ എപ്പോഴും ഈ UVയെ അൾട്രാവയലറ്റിനെ കുറ്റം പറയുമെങ്കിൽ അൾട്രാവയലറ്റ് ഇല്ലാതെ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന സമയത്ത് നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ ഇത്രയും വെയിൽ എന്ന് പറഞ്ഞാൽ UV റേസ് ഒരുപാട് കിട്ടും. ഇത് ക്യാൻസറസാണ്. അപ്പോൾ ആ UV റേസ് മൊത്തം ശരീരത്തിനകത്ത് പോകാത്ത രീതിയിൽ ഒരു മെക്കാനിസം നമുക്ക് ഇവോൾവ് ചെയ്ത് വന്നു. അതാണ് നമ്മുടെ മെലനിൻ എന്ന് പറയുന്ന സ്കിൻ കളർ. അപ്പോൾ ഈ കളർ വെച്ച് യൂറോപ്പിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, കാരണം മുഴുവൻ സൺലൈറ്റ് ബ്ലോക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ മെലനിൻ ലോസ് ആണ് സ്വാഭാവികമായിട്ട് വന്നത്. അപ്പം ഇതുപോലെയാണ് ഈ വ്യത്യാസങ്ങൾ. ഈ ആഫ്രിക്കക്കാർ കറുത്തിരിക്കുകയും യൂറോപ്പിലേക്ക് ആഫ്രിക്കയിൽ നിന്ന് പോയി യൂറോപ്പിൽ വന്ന് യൂറോപ്യൻസായി മാറിയ ആൾക്കാർ വെളുത്തിരിക്കുകയും ചെയ്യുന്നത് ഈ കാരണം കൊണ്ടാണ്. അതൊക്കെ ആ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ്. ആ ജനറ്റിക് വ്യത്യാസം നമുക്ക് കൊണ്ടല്ലോ.